4.5 പതിറ്റാണ്ടായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. വില്ലനായി അരങ്ങേറിയ മോഹൻലാൽ പിന്നീട് മലയാള സിനിമയുടെ താരസിംഹാസനം അലങ്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല. മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ. 1989 കിരീടം എന്ന മോഹൻലാൽ ചിത്രം നിർമ്മിച്ച് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ദിനേശ് പണിക്കർ. മലയാളത്തിൽ ഇതുവരെ 9 സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. മോഹൻലാലിന്റെ കൃത്യനിഷ്ഠതയെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിനേശ് പണിക്കർ. മോഹൻലാൽ വളരെ ഡെഡിക്കേറ്റുള്ള ഒരാളാണെന്നും സമയത്തിനെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണെന്നും പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ നടക്കാത്തത് മോഹൻലാലിന് അരോചകമായി തോന്നുന്ന കാര്യമാണെന്നും അദ്ദേഹം മാസ്റ്റർ ബീനോട് പറഞ്ഞു. മോഹൻലാലിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് എന്നതാണ്. കാരണം രാവിലെ 6 മണിക്ക് ഷൂട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരുവിധ താരങ്ങളും അതിനെത്തില്ല. എന്നാൽ മോഹൻലാലിനോട് പറഞ്ഞാൽ ആ കൃത്യം ടൈമിൽ അവിടെ എത്തും. മോഹൻലാലിന്റെ ഛായാമുഖി എന്ന നാടകം ഞാനായിരുന്നു ചെയ്തത്. അന്ന് ബാംഗ്ലൂരിലായിരുന്നു പരിപാടി. അന്ന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നത്. രാവിലെ 9 മണിയാകുമ്പോൾ പോകണമെന്ന് പ്ലാൻ ചെയ്താണ് ഒരു ദിവസം ഞങ്ങൾ പിരിഞ്ഞത്. രാവിലെ വിളിക്കണമോ എന്ന് ലാലിനോട് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അന്ന് റൂമിൽ നിന്നും ഇറങ്ങാൻ 9:05 ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മോഹൻലാൽ അവിടെ നിൽക്കുന്നതാണ്. പുള്ളി ദേഷ്യത്തോടെ എന്നെ ഒന്ന് നോക്കി. എന്താണിത്, പോകണ്ടേ എന്ന് ലാൽ ചോദിച്ചു. വണ്ടി ഇപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞു. വണ്ടി വരാൻ വീണ്ടും ഒരു 10 മിനിറ്റ് വൈകി. ഇതൊക്കെ പുള്ളിക്ക് ഒരു അരോചകമായി തോന്നുന്ന കാര്യമാണ്. കാരണം അത്രയും സത്യസന്ധമായും കൃത്യമായും കാര്യങ്ങൾ സമീപിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ. ദിനേശ് പണിക്കർ പറയുന്നു.